എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ റിലീസാവാൻ പോവാണ്. ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നത് അടുത്ത മാസം ഡിസംബർ 1 മുതൽ ഡിസംബർ 30 വരെ നിങ്ങൾക്കത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സ്പോർട്സ് പേഴ്സൺ കോൺസ്റ്റബിൾ GD സ്പോർട്സ് കോട്ട നോട്ടിഫിക്കേഷനാണ്. ബോയ്സിനും ഗേൾസിനും ഇതിലേക്ക് അപേക്ഷ അയക്കാം. 275 വേക്കൻസിയാണ്. ഗ്രൂപ്പ് C പോസ്റ്റുകൾ കോൺസ്റ്റബിൾ GD ഇൻ BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ. നമുക്കിതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം. ആർച്ചറി, അത്ലറ്റിക്സ്, ബാഡ്മിൻ്റൺ, സ്വിമ്മിങ്, ഡൈവിങ്, വാട്ടർ പോളോ, ബാസ്ക്കറ്റ് ബോൾ, ബോക്സിങ്, സൈക്ലിംഗ്, ക്രോസ് കൺട്രി, ഇക്വസ്ട്രിയൻ, ഫുട്ബോൾ, ജിംനാസ്റ്റിക്, ഹാൻഡ്ബോൾ, ഹോക്കി, ഐസ് സ്കൈങ്, ജൂഡോ, കരാട്ടെ, വോളിബോൾ, വെയ്റ്റ് ലിഫ്റ്റിംഗ്, വാട്ടർ സ്പോർട്സ്, റെസ്ലിംഗ്, ഷൂട്ടിംഗ്, ടേക്വോണ്ടോ, വുഷു, ഫെൻസിങ്. ഇത്രയും സ്പോർട്സ് ഡിസിപ്ലിൻ ഉള്ളവർക്ക്, ഏതെങ്കിലും ഒരു സ്പോർട്സ് ഡിസിപ്ലിൻ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. മൊത്തം വേക്കൻസി 148ആണ്. കോൺസ്റ്റബിൾ GD അണ്ടർ സ്പോർട്സ് കോട്ട ലെവൽ 3 പേ സ്കെയിലാണ് അവർ പറയുന്നത്. ഏകദേശം 21,700 തൊട്ട് 69,100 വരെ നിങ്ങൾക്ക് സാലറി ഇൻക്രീസ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ വേക്കൻസി, നേരത്തെ പറഞ്ഞ വേക്കൻസി ടെൻറ്റേറ്റീവ് ആണ്. വേക്കൻസി കൂടാനും ചാൻസ് ഉണ്ട്. ഇനി എലിജിബിലിറ്റി കണ്ടീഷനിൽ ഏജ് ലിമിറ്റ് കാണാം. 18 മുതൽ 23 ആണ്. SC ST-കാർക്കും OBC-കാർക്കും അതിൻ്റേതായ ഇളവുകൾ 3 വർഷം OBC-ക്കും 5 വർഷം SC ST-കാർക്കും കിട്ടും. ക്വാളിഫിക്കേഷൻ പറയുന്നത് 10ാം ക്ലാസ് പാസ്സാണ്. മറ്റു ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. പക്ഷേ സ്പോർട്സ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് ക്വാളിഫിക്കേഷൻ യോഗ്യത 10ാം ക്ലാസ് ആണ്. വിത്ത് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ സ്പോർട്സ് സർട്ടിഫിക്കറ്റ്, നേരത്തെ പറഞ്ഞ സ്പോർട്സ് ഡിസിപ്ലിനിൽ ഏതെങ്കിലും ഒരു സ്പോർട്സ് ഡിസിപ്ലിൻ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഏതൊക്കെ തരം സ്പോർട്സ് സർട്ടിഫിക്കറ്റാണ് ആവശ്യമെന്നാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത്. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കുക. ഈ 2 ഭാഗം ഈ പറയുന്ന ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്തോളൂ. സ്പോർട്സ് കോട്ടയാണ്. ഇനി ഹൈറ്റ് വേണ്ടത് ബോയ്സിന് 170ഉം ഗേൾസിന് 157 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടത്. ഇനി ചെസ്റ്റ് മെഷർമെൻറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബോയ്സിനാണ് 80 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. മിനിമം നിങ്ങൾക്ക് 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാനും പറ്റണം. മെഡിക്കൽ ടെസ്റ്റിൽ ഐ ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും. കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ് തുടങ്ങിയ മെഡിക്കൽ സെലക്ഷൻ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് BSFൻ്റെ വെബ്സൈറ്റ് വഴി ഡിസംബർ 1 മുതൽ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ ഫീസായിട്ട് ബോയ്സ് ജനറൽ EWS-കാരൊക്കെ ആണെങ്കിൽ OBC ജനറൽ EWS വിഭാഗത്തിൽ വരുന്ന ബോയ്സ് 148 രൂപ ഫീസ് അടയ്ക്കണം. ഗേൾസിനും SC ST-കാർക്കും ഫീസ് വരുന്നില്ല. ഈ ഒരു ഫീസ് റീഫണ്ടബിൾ അല്ല എന്നും പറയുന്നുണ്ട്. സെലക്ഷൻ ക്രൈറ്റീരിയ ഇവിടെ കാണാം. ആദ്യം ഡോക്യുമെൻറ്റേഷനാണ്. അതിനുശേഷം നിങ്ങൾക്കൊരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, നേരത്തെ പറഞ്ഞ ഹൈറ്റ് വെയ്റ്റ് മെഷർമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മെറിറ്റ് ഇടും. അങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ. ഫിസിക്കൽ ടെസ്റ്റും റിട്ടൺ എക്സാമും വരുന്നില്ല. അപ്പോൾ ഇതാണ് മുഴുവൻ ഡീറ്റെയിൽസ്, നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പറയുന്ന സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കും വീഡിയോ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഒന്നും മിസ്സാക്കണ്ട. മാക്സിമം നിങ്ങളിത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ. ജയ് ഹിന്ദ്.